വെൽക്കം ബാക്ക് ഗായ്സ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മാഗിയാണ്. പാലും ചീസും പനീറും ഒക്കെ ചേർത്ത് ഒരു അടിപൊളി വിഭവം. ഈ സ്പെഷ്യൽ മാഗി തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് 200 ഗ്രാം പനീറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുക്കാം. ചെറിയ അല്ലികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ഭാഗം എടുത്ത് അതും നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 പച്ചമുളക് കൂടി എടുത്ത് ഇതുപോലെ ഒരു അല്പം വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. മാഗി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചീനിച്ചട്ടിയിൽ വെച്ച് തിളച്ച് വരുമ്പോൾ 4 പീസ് മാഗിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ പറ്റി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാഗി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാഗി വെന്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ പനീർ ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. പനീർ ഷാലോ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയും വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ക്യാരറ്റ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഓരോ ടീസ്പൂൺ വീതം പാസ്ത സോസും സോയ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. കൂടെ 2 തക്കാളി അരച്ചതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഒരുപാട് ചേർക്കരുത്. നമ്മൾ പനീറിലും പിന്നെ മാഗി മസാലയിലും നല്ലതായിട്ട് ഉപ്പുള്ളതാണ്. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 4 പാക്കറ്റ് മാഗി മസാല കൂടി ചേർക്കാം.
മസാല ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറയ്ക്കാവുന്നതാണ്. കൂടെ ഇനി ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് മിക്സായി വരുമ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ മസാല ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇഷ്ടമുള്ളവർക്ക് 2-3 സ്ലൈസ് ചീസും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ see you with next video. Bye from Achu.